ഹലോ ഗായ്സ്, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് രാഹുൽ. എല്ലാവർക്കും ഡ്രീം കോഡേഴ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഫുൾ സ്റ്റാക്ക് വെബ് ഡെവലപ്പേഴ്സിന് കുറച്ചുള്ള കോഴ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അതിൽ സ്റ്റാർട്ടിങ്ങത്തെ ഫസ്റ്റ് ക്ലാസ്സാണ് ഈ വീഡിയോ മുതൽ ആരംഭിക്കുന്നത്. സോ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ HTML, ബേസിക് ആയിട്ടുള്ള HTML കോഡും പിന്നെ നമുക്ക് ടൈപ്പ് ചെയ്യാൻ പറ്റുന്ന ഈസി നമുക്ക് HTML കോഡ് ടൈപ്പ് ചെയ്തുകൊണ്ട് നമുക്ക് അപ്പം തന്നെ നമുക്ക് അതിൻ്റെ ഔട്ട്പുട്ട് കിട്ടുന്ന പോലെ ഒരു സോഫ്റ്റ്വെയറും കൂടിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. സോ ആദ്യം ആ സോഫ്റ്റ്വെയറിൻ്റെ പേര് പറയാം. സോഫ്റ്റ്വെയറിൻ്റെ പേര് ഈ കാണുന്ന ബ്രാക്കറ്റ്സ് പറഞ്ഞ ഐക്കൺ നിങ്ങൾ കാണുന്നല്ലോ, ഇതാണ് ആ സോഫ്റ്റ്വെയർ. പലരും നമുക്ക് സാധാരണ പോലെ നമുക്ക് നോട്ട് പാഡിലും സാധാരണ നോട്ട് പാഡ് ++ലൊക്കെ ടൈപ്പ് ചെയ്യാം. ബട്ട് ഞാനിത് യൂസ് ചെയ്ത് നമ്മൾ സേവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ക്രോം എടുത്ത് ഡബിൾ ക്ലിക്ക് ചെയ്ത് റൺ ചെയ്ത് ഓരോ പ്രാവശ്യം നമ്മൾ സേവ് ചെയ്യുമ്പോൾ ഇത് റിഫ്രഷ് ചെയ്തുകൊണ്ടിരിക്കും. നേരെ മറിച്ച് ബ്രാക്കറ്റ് പറഞ്ഞ ഇങ്ങനെ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുമ്പോൾ അങ്ങനത്തെ ഒരു ഇതില്ല. നമ്മൾ കോഡ് ടൈപ്പ് ചെയ്ത് തന്നെ ഇപ്പുറത്തെ ഒരു ബ്രൗസർ വിൻഡോ ഓപ്പൺ ആക്കിയാൽ അപ്പോൾ തന്നെ നമ്മൾ സേവ് ചെയ്തുകൊണ്ട് റിഫ്രഷ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് ബ്രാക്കറ്റ്സ്. അതേപോലെ തന്നെ മൈക്രോസോഫ്റ്റിൻ്റെ വിഷ്വൽ സ്റ്റുഡിയോ, ഇഷ്ടംപോലെ ആപ്ലിക്കേഷൻ ഉണ്ട് കോഡ് സോഫ്റ്റ്വെയർ. ബട്ട് ഞാൻ പ്രിഫർ ചെയ്യുന്നത് ബ്രാക്കറ്റ്സ് ആണ്. ഞാൻ എന്തായാലും ബ്രാക്കറ്റ്സിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ പ്രൊവൈഡ് ചെയ്ത് തരാം. സോ അത് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് സിമ്പിളായിട്ടുള്ള നെക്സ്റ്റ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് ഇതേപോലെ ഒരു ഐക്കൺ നിങ്ങൾക്ക് ഫ്രണ്ടിൽ വരും. ഇതൊരു ഓപ്പൺ സോഴ്സ് ആണ്, ഫ്രീ ആണ്, നമുക്കൊന്നും പേ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. സോ ഇനി നമുക്ക് കോഡിൽ കിടക്കാം. സോ ഞാൻ ഇതിന് നമ്മുടെ ബ്രാക്കറ്റ്സ് ഓപ്പൺ ചെയ്യാം. അതിങ്ങനെ ഒരു നമ്മൾ ആദ്യമായിട്ട് ഇൻസ്റ്റാൾ ചെയ്താലും ഇതേപോലെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും നമുക്ക് കാണാം. അതേപോലെ നേരത്തെ തന്നെ ഇതേപോലെ വന്നിട്ട് സോ നമ്മൾ ഇതിന് അലോ ആക്സസ് കൊടുത്തു. അത്രേ ഉള്ളൂ. നമ്മൾ സ്റ്റാർട്ടിങ് തന്നെ അതിൻ്റെ എല്ലാ പരിപാടിയും ബ്രാക്കറ്റ്സിനെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരും. സോ നമുക്കിവിടെ ഡിഫാൾട്ടായിട്ടൊരു കോഡ് ഇവിടെ ഉണ്ട്. അത് നമുക്ക് മാറ്റിയിട്ട് നമുക്ക് പുതിയ കോഡ് വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. ഫയൽ ന്യൂ ഒൺലി കൺട്രോൾ നമുക്ക് യൂസ് ചെയ്യാം. സോ ആദ്യമായിട്ട് നമ്മൾ ഒരു HTML സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആദ്യം തന്നെ HTML പറയുന്നത് ഒരു ബ്രൗസർ ലാംഗ്വേജ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ബ്രൗസറിനാണ് ആ HTML ലാംഗ്വേജ് അണ്ടർസ്റ്റാൻഡ് ആയിട്ട് നമ്മൾ ചെയ്തത് എന്താണോ നമുക്ക് കാണിച്ചു തരുന്നത്. സാധാരണ വേറെ ലാംഗ്വേജസ് ആകുമ്പോൾ നമ്മളിപ്പോൾ ജാവ ആണെങ്കിൽ കമ്പൈലേഷൻ ചെയ്തിട്ട് വേണം അതിൻ്റെ ഔട്ട്പുട്ട് കിട്ടാൻ. അതേപോലെ തന്നെ നമ്മുടെ HTML എല്ലാവിധം ബ്രൗസറിലും വർക്ക് ചെയ്യുന്ന ഒരു ലാംഗ്വേജാണ് HTML. അതുകൊണ്ട് തന്നെ ഇത് വെബ് പേജസും ഇതിനൊക്കെ ഡിസൈൻ ചെയ്യാൻ നമ്മൾ ഈ ലാംഗ്വേജ് യൂസ് ചെയ്യുന്നത്. പിന്നെ HTML പറയുമ്പോൾ ടാഗ്സ് എന്നാണ് അതിൽ കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ. പറഞ്ഞാൽ ഒരു ഓപ്പണിംഗ് ടാഗ് ഉണ്ടാകണം, പിന്നെ ഒരു ക്ലോസ് ടാഗ് ഉണ്ടാകണം. അത് ഏതൊരു ടാഗ് വന്നാലും വരും. പക്ഷെ ഇപ്പോഴത്തെ HTML ഫയലിൽ ചില ടാഗ്സ് ഒന്നും ക്ലോസിങ് ടാഗ് ആവശ്യമില്ല. സോ ഒരു ടാഗ് ഓപ്പൺ ചെയ്ത ശേഷം ആ ടാഗ് നമ്മൾ ക്ലോസ് ചെയ്യും. നമ്മൾ സാധാരണ ജാവയിലൊക്കെ നേരത്തെ പഠിച്ചെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ആ ബ്രാക്കറ്റ് നമ്മൾ ക്ലോസ് ചെയ്യണം. അതേ സെയിം പ്രൊസീജിയർ തന്നെ ഇതിലും നമുക്ക് ചെയ്യാൻ പറ്റും. സോ ആദ്യം തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഡോക് ടൈപ്പ് HTML പറഞ്ഞിട്ടായിരിക്കും നമ്മൾ ഏതൊരു ഡോക്യുമെൻറ്റും സ്റ്റാർട്ട് ചെയ്യുന്നത്. അതെന്തുകൊണ്ട് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഡോക് ടൈപ്പ് HTML പറയുന്ന HTML5 ആണ് നമ്മൾ പഠിക്കുന്നത്. സോ HTML5 സ്റ്റാർട്ടിങ് ഒക്കെ നമ്മൾ ഡോക് ടൈപ്പ് HTML1 ആണ് സാധാരണ ടൈപ്പ് ചെയ്യുക. ഇനി HTML കുറച്ച് പഴയ വേർഷൻ, ഇപ്പോൾ 4.0 4.5 ഒക്കെ ആകുമ്പോൾ ആ വേർഷനും ഇവിടെ ഇൻക്ലൂഡ് ചെയ്യും. നമ്മൾ HTML അപ്പുറത്ത് ആ വേർഷനും പിന്നെ അതിൻ്റെ 2-3 ലൈൻ വരും. അതും കൂടി സ്പെസിഫൈ ആയിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക. ഈ ഡോക് ടൈപ്പ് എന്തിനാ പറയുന്നത്, നമ്മുടെ ബ്രൗസറിന് അറിയണം ഇത് ഇവർ യൂസ് ചെയ്തിരിക്കുന്ന HTML5 ആണ്. സോ അതിൻ്റെതായ ചില വ്യത്യാസമുള്ള ടാഗ്സ് ഒക്കെ ഉണ്ടാവും. അതൊക്കെ റൺ ചെയ്യാണ് നമ്മൾ ഈ ഡോക് ടൈപ്പ് HTML നമ്മൾ യൂസ് ചെയ്യുന്നത്. അതിനുശേഷം നമുക്ക് ഫയൽ ഒന്ന് സേവ് ചെയ്തിട്ട് എപ്പോഴും സ്റ്റാർട്ട് ചെയ്യാം. സോ ഫയൽ സേവ് ആസ് കൊടുത്തു. ലൊക്കേഷൻ ഡെസ്ക്ടോപ്പ് ഇപ്പോൾ കൊടുക്കാം. നമ്മളൊരു ബേസിക് വെബ്സൈറ്റ് ആണ് ഉണ്ടാക്കുന്നത്. ഓക്കെ, ബേസിക് വെബ് സൈറ്റ്. അതിന് .html പറഞ്ഞ എക്സ്റ്റൻഷനിലായിരിക്കും നമ്മൾ ഇങ്ങനത്തെ HTML ഡോക്യുമെൻറ്റ്സ് ഒക്കെ എപ്പോഴും .html പറഞ്ഞ ഇതിലായിരിക്കും നമ്മൾ സേവ് ചെയ്യുക. സോ ഡെസ്ക്ടോപ്പിലാണ് നമ്മൾ സേവ് കൊടുത്തു.
സേവ് കൊടുത്തതിന് ശേഷം നമുക്കിപ്പോൾ ഒരു കൺഫർമേഷൻ ഡെസ്ക്ടോപ്പിൽ നിന്ന് വയ്ക്കാൻ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. അതൊരു ബ്രൗസർ ചിഹ്നത്തിലാണ് വന്നിരിക്കുന്നത്. അതിനെ റൈറ്റ് ക്ലിക്ക് ചെയ്ത് നമ്മൾ പരമാവധി നമ്മൾ ഗൂഗിൾ ക്രോം മൊസില്ല ഫയർഫോക്സ് യൂസ് ചെയ്യുക. അപ്പോൾ പെർഫെക്റ്റ് ആയിട്ടുള്ള റിസൾട്ട് കിട്ടും. നമ്മൾ മൈക്രോസോഫ്റ്റ് എഡ്ജ് മറ്റേ യൂസ് ചെയ്യുമ്പോൾ ചിലപ്പോൾ അതിൽ ചില കാര്യങ്ങളൊന്നും കണ്ടില്ല എന്നുണ്ടാവും, ചില ഫോൺസ് ഒന്നും അതിൽ സപ്പോർട്ട് ചെയ്യില്ല എന്നൊക്കെ വരും. സോ ഞാൻ കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് ഗൂഗിൾ ക്രോം, അതിന് ശേഷം മൊസില്ല ഫയർഫോക്സ്. സോ നമ്മൾ ആദ്യത്തെ പേജാണ്. ഈ പേജിൽ ഇപ്പോൾ ഒന്നുമില്ല, ക്ലിയർ ബ്ലാങ്ക് ആണ്. നമ്മുടെ മുകളിൽ ടാബിൽ ശ്രദ്ധ ചെയ്യുന്ന ബേസിക് വെബ്സൈറ്റ് ഡോട്ട് എച്ച് എന്നുള്ള ടാഗിൻ്റെ പേരുണ്ട്, അത്ര തന്നെ ഉള്ളൂ. പേജിനുള്ളിൽ ഒന്നുമില്ല. നമുക്ക് അത് ക്ലോസ് ചെയ്യാം. സോ നമുക്ക് ഇനി ഇതിൽ ഓരോ കോഡായിട്ട് നമുക്ക് ടൈപ്പ് ചെയ്യണം. HTML ഓഫ് ടൈപ്പിന് ശേഷം നമ്മൾ HTML ആണ് ആദ്യം ടൈപ്പ് ചെയ്യുക. സോ ഇതിൽ നിങ്ങൾ പകുതി ടൈപ്പ് ചെയ്ത് നിങ്ങൾ ടാഗ് ക്ലോസ് ചെയ്യുക. നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഒരു ക്ലോസിങ് ടാഗും വന്നു, നമ്മൾ HTML ടാഗ് ഓപ്പൺ ചെയ്തതാണ്. അത് ജസ്റ്റ് എൻ്റർ അടിച്ചിട്ട് നമ്മൾ പുതിയൊരു ലൈനിലേക്ക് കൊണ്ടുപോയാൽ മാത്രം മതി. സോ ഇവിടെ നമ്മൾ എൻ്റർ അടിക്കുക. കണ്ടാൽ നിങ്ങൾ ഇവിടെ ഇല്ലെങ്കിൽ നമ്മൾ HTML ടാഗ് ഓപ്പൺ ചെയ്ത് സാധാരണ നോട്ട് പാഡിലാകുമ്പോൾ ഈ ക്ലോസിങ് ടാഗ് നമുക്ക് വരില്ല. നമ്മൾ തന്നെ അത് ലാസ്റ്റ് ടൈപ്പ് ചെയ്യണം. ചിലപ്പോൾ നമ്മൾ ലാസ്റ്റ് ടൈപ്പ് ചെയ്ത് മറന്നു കഴിഞ്ഞാൽ പിന്നെ കോഡ് വർക്ക് ചെയ്യില്ല, അങ്ങനത്തെ പ്രശ്നങ്ങളാകും. സോ ഇത് പകുതി നമുക്ക് സ്പീഡിൽ ചെയ്യാനുള്ള ഹെൽപ്പ് ചെയ്ത് തരുന്നതായിരിക്കും. അതിനുശേഷം ഇപ്പം ഞാനിതൊന്ന് സ്മോൾ സ്ക്രീൻ ആക്കിയ ശേഷം ഇതിൻ്റെ ലൈവ് പ്രിവ്യൂ കൂടി നമുക്ക് കാണിച്ചു തന്നിട്ട് കോഡിങ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ ഞാൻ വിൻഡോ അഡ്ജസ്റ്റ് ചെയ്യുന്നത് വയ്ക്കാം. അതിനുശേഷം നമ്മൾ ഈ ഇടിവാൾ പോലെ ഒരു ഫ്ലാഷ് പോലെ ഒരു സിമ്പിൾ, അതിന് ഇടിവാളിൻ്റെ ഒരു ചിഹ്നം, അതിൽ നമുക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ ഒരു പോപ്പ് ബോക്സ് വരും. ലൈവ് പ്രിവ്യൂ ഓൺലി വർക്ക്സ് വിത്ത് ഗൂഗിൾ ക്രോം. കണ്ട അവരാണ് ഗൂഗിൾ ക്രോമാണ് റെക്കമെൻഡ് ചെയ്തിരിക്കുന്നത്. സോ നമ്മളത് ഓക്കെ കൊടുക്കാം. അതിനുശേഷം ആ ബ്ലൂ കളറിൻ്റെ മേലൊരു യെല്ലോ ലൈനും കൂടി വരും. അതിനുശേഷം സോ നമ്മൾ അതേ ഗൂഗിൾ ക്രോമിൽ ഓപ്പൺ ചെയ്ത പോലെ തന്നെ ആണ് നമുക്ക് ഇതിൽ ഓപ്പൺ ചെയ്യുമ്പോഴും വരുന്നത്, ബിക്കോസ് ഇത് ഗൂഗിൾ ക്രോം തന്നെയാണ്. അതിനുശേഷം നമുക്ക് ഇനി കോഡിങ് നോക്കാം. സോ ഇത്ര ഗ്യാപ്പ് വയ്ക്കാം, ഇതിന് ഇത്ര ഗ്യാപ്പ് വയ്ക്കാം. സോ അങ്ങനെ കോഡിങ് നോക്കാം. നമുക്ക് HTML പറഞ്ഞാൽ ബേസിക്, നമ്മൾ ഏതൊരു HTML ആണ് HTML തുടങ്ങിയിട്ടാണല്ലോ എല്ലാം തുടങ്ങാം. അപ്പം HTML ടൈപ്പ് ചെയ്യാം. അതിനുശേഷം ഓപ്പൺ ചെയ്യുന്ന ഹെഡാണ് പറഞ്ഞാൽ ഒരു സ്ട്രക്ചറാണ് ഞാൻ പറഞ്ഞത്. അതിനുശേഷം നമ്മൾ ഓപ്പൺ ചെയ്യുന്ന ടാഗ് ഹെഡ് സേവ് ചെയ്തു. ഹെഡിൻ്റെ അകത്ത് നമുക്ക് പല കാര്യങ്ങളുണ്ട്. നമുക്ക് ടൈറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാം, എക്സ്റ്റേണൽ CSS പഠിക്കാൻ തുടങ്ങിയ എക്സ്റ്റേണൽ CSSൻ്റെ ലിങ്കിങ്ങിൻ്റെ കോഡൊക്കെ നമ്മൾ ഹെഡിനുള്ളതാണ് കൊടുക്കുക. ഹെഡ് സെക്ഷൻ കഴിഞ്ഞ ശേഷം നമ്മൾ ബോഡിക്ക് വരും. ബോഡീനെ ടൈപ്പ് ചെയ്യാം. ബോഡിക്കകത്താണ് പിന്നെയുള്ള എല്ലാ മെയിനായിട്ടുള്ള കണ്ടന്റ്, നിങ്ങളുടെ വെബ്സൈറ്റിനുള്ളിൽ കാണുന്ന എല്ലാ കണ്ടന്റും ബോഡീൻ്റെ അകത്ത് വേണം നമ്മൾ പ്രസൻറ്റ് ചെയ്യാൻ. സോ സാധാരണ ഒരു മനുഷ്യനെ പോലെ തന്നെ ആദ്യം ഹെഡ് ഉണ്ടാവും, അത് കഴിഞ്ഞാൽ ബോഡി ഉണ്ടാവും, കഴിഞ്ഞാൽ ലാസ്റ്റ് ബോഡി ക്ലോസ് ചെയ്യണം, ക്ലോസ് ചെയ്യണം. ഇനി ഹെഡ് ഓപ്പൺ ചെയ്ത് തരുന്ന നമ്മുടെ ടൈറ്റിൽസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹെഡ് മുകളിൽ തന്നെ ക്ലോസ് ചെയ്യണം. ലാസ്റ്റ് കൊണ്ട് ഈ HTMLൻ്റെ ഈ ഭാഗത്ത് നമ്മൾ എവിടെയെല്ലാം ഓപ്പൺ ചെയ്ത് ഇത് കഴിഞ്ഞിട്ട് ഹെഡ് ക്ലോസ് ചെയ്താൽ വർക്ക് ചെയ്യില്ല. സോ ഹെഡ് ക്ലോസ് ചെയ്തതിന് ശേഷമായിരിക്കും എപ്പോഴും ബോഡി പറഞ്ഞ ടാഗ് ഓപ്പൺ ആയിരിക്കുക. അതിനുശേഷം നമ്മൾ ഉള്ളിലുള്ള കോഡൊക്കെ നമ്മൾ ടൈപ്പ് ചെയ്യും. സോ ഇനി ഹെഡിൻ്റെ അകത്ത് നമുക്ക് ഇപ്പോൾ ഒരു ടൈറ്റിൽ കൊടുക്കാം. അപ്പോൾ നമുക്ക് ടൈറ്റിൽ TITLE ക്ലോസ് ചെയ്യുന്ന നമുക്ക് ടൈറ്റിലിൻ്റെ ഒരു പ്രിവ്യൂ വരും. അതിനുശേഷം നമുക്ക് ടൈറ്റിൽ കൊടുക്കണം. നമുക്ക് ഫസ്റ്റ് വെബ്സൈറ്റ് ഒരു ടൈറ്റിൽ കൊടുത്തു. ഓക്കെ, അതിനുശേഷം നമുക്ക് സേവ് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊന്ന് റീഫ്രഷ് ചെയ്യുന്ന വൈ ഇത് നേരെ വർക്ക് ചെയ്യില്ല. നമുക്കൊന്നും കൂടി ചെക്ക് ചെയ്ത് നോക്കേണ്ടി വരും. ലൈവ് പ്രിവ്യൂ ഓക്കെ, ക്യാൻസൽ ആയി എന്ന് പറയണം. നമുക്ക് നോക്കാം. വൈ നമ്മുടെ ലൈവ് പ്രിവ്യൂ വർക്ക് ചെയ്യുന്നില്ല എന്നാണ് എൻ്റെ ബലമായ സംശയം. ലെറ്റ്സ് സീ, ഒന്നും കൂടി നമുക്ക് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് ഒന്നുകൂടി നോക്കാം. നമുക്ക് എന്തായാലും നോക്കണമല്ലോ, ഒന്ന് റീഫ്രഷ് ചെയ്യാൻ നോക്കാം. അല്ലെങ്കിൽ പേജ് ഫയൽ സേവ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, നമുക്ക് സേവ് ചെയ്തിട്ട് നോക്കാം.
സോ യെസ്, സേവ് ചെയ്തപ്പോഴാണ് നമുക്ക് ഇവിടെ റിഫ്ലക്റ്റ് ചെയ്യുന്ന ചേഞ്ചസ്. സീക്വൻസി നമ്മൾ ടൈറ്റിൽ കൊടുത്തു. അപ്പോൾ ആ ടൈറ്റിൽ നമ്മുടെ ഉള്ളിലൊന്നുമല്ല വന്നിരിക്കുന്നത്, ഹെഡിൻ്റെ ബോഡീൻ്റെ അകത്തുള്ള കണ്ടന്റ് ആയിരിക്കും നമ്മുടെ ഉള്ളിലുള്ള ഏരിയയിൽ വരിക. ടൈറ്റിലൊക്കെ നമ്മുടെ വെളിയിൽ വരുന്ന ഏരിയയാണ്. ആ ടൈറ്റിൽ എവിടെ വന്ന് നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഈ മുകളിലുള്ള ടാബ് സെക്ഷനിലാണ് നമ്മുടെ ടൈറ്റിൽ ഡിസ്പ്ലേ ചെയ്യുന്നത്. ഫസ്റ്റ് വെബ്സൈറ്റ് നമ്മളിവിടെ ടൈപ്പ് ചെയ്തതിൻ്റെ ഒരു വെബ്സൈറ്റാണ് നമ്മളിപ്പോൾ ഉണ്ടാക്കുക. നമ്മളിപ്പോൾ നമുക്ക് ഫസ്റ്റ് വെബ്സൈറ്റ് ആയിട്ട് സ്റ്റാർട്ടിങ് ആയിട്ട് ഒരു വെബ്സൈറ്റ് നമുക്ക് ക്രിയേറ്റ് ചെയ്യണമുണ്ട്. എൻ്റെ വേറൊരു യൂട്യൂബ് ചാനലുണ്ട്, AVR സ്റ്റുഡിയോ പറഞ്ഞിട്ട്. അതിൽ നിങ്ങൾക്ക് പോയി ഇങ്ങനെ വാട്സാപ്പ് സ്റ്റാറ്റസ് അങ്ങനെയുള്ള പാട്ടുകളൊക്കെ ഇങ്ങനെ. സോ അതിന് വേണ്ടിയിട്ടുള്ള ഒരു വെബ്സൈറ്റ് നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് ക്യാപ്സിൽ AVR സ്റ്റുഡിയോസ്, ആ ചാനലിലെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ പ്രൊവൈഡ് ആവുന്ന, അതിലും പോയി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സോ നിങ്ങൾക്ക് ഇവിടെ AVR സ്റ്റുഡിയോസ് വന്നിട്ട് വന്നു. ഞാനത് സേവ് ചെയ്യണം. സോ ഇവിടെ AVR സ്റ്റുഡിയോസ് ഉണ്ട്, റിഫ്ലക്റ്റ് ആയി. ഓക്കെ, അപ്പോൾ ടൈറ്റിലിൻ്റെ ഉപയോഗം നമ്മളൊരു ടാബ്, നമ്മൾ ഏത് പേജാണോ തുറന്നത് ആ പേജിൻ്റെ ഒരു ഓവർ വ്യൂ ഇവിടെ കാണും. നമ്മളിപ്പോൾ ഹോം പേജാണെന്ന് വെച്ചാൽ ഹോം എന്നായിരിക്കും കാണാം. നമ്മൾ വേറൊരു പേജ് കയറി ആ പേജിൻ്റെ പേരായിരിക്കും വരിക. അതിനനുസരിച്ച് നമുക്ക് ടൈറ്റിൽ മാറ്റം വരിക. സോ ടൈറ്റിൽ നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത് അതിനെ പഠിച്ച് ഇതിനകത്തൊരു ബോഡിനകത്തൊരു ഹെഡിങ് കൊടുക്കാം. നമ്മൾ ഏതൊരു വെബ്സൈറ്റിന് ഒരു ഹെഡിങ് ഉണ്ടാവുമല്ലോ, ആ വെബ്സൈറ്റിൻ്റെ പേര് നമുക്കത് H1 ടാഗിൽ കൊടുക്കാം. ഈ H1 ടാഗ് നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത് നമുക്കിപ്പോൾ പറഞ്ഞുതരാം. സോ നമുക്കിവിടെ വെൽക്കം ടു AVR സ്റ്റുഡിയോസ് കൊടുത്തിട്ട് സേവ് ചെയ്തു. സോ നിങ്ങൾക്ക് ഇവിടെ ഒരു വെൽക്കം ടു AVR സ്റ്റുഡിയോ എന്നൊക്കെ കാണാൻ പറ്റും. നമ്മൾ H1 ടാഗ് പറയുന്നത് ഹെഡിങ് ടാഗിന് പറയാം. ഹെഡിങ് ടാഗിൽ പല സൈസസ് ഉണ്ട്. H1 പറയുന്നത് ഏറ്റവും ബിഗ്ഗസ്റ്റ് സൈസാണ്. ഹെഡിങ്ങിൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും ബിഗ്ഗസ്റ്റ് സൈസാണ് ഈ H1 ടാഗ്. നമുക്കിപ്പോൾ ഇതേപോലെ തന്നെ അടുത്ത ലൈനിൽ നമുക്ക് H2 ടാഗ് തുറന്നിട്ട് നൈസ് എന്തെങ്കിലുമൊക്കെ ടൈപ്പ് ചെയ്യട്ടോ. നൈസ് ടു അല്ലെങ്കിൽ വെൽക്കം കൊടുത്തിട്ട് സേവ് ചെയ്തു. സോ ആദ്യത്തെ ഫോണ്ടിനെക്കാട്ടിലും ഒരു ചെറിയ ഫോണ്ടാണ് നമ്മൾ H2 കൊടുക്കുമ്പോൾ വന്നത്. നമുക്ക് ഇവിടെ ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാൻ പറ്റും. സോ അതേപോലെ നമുക്ക് H6 വരെയുള്ള ടാഗ്സ് ഉണ്ട്. ഓക്കെ, ഇപ്പം H3 ആയി. വെൽക്കം ബാക്ക് സേവ് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ നമുക്ക് പിന്നെയും അത് ചെറുതായി വരുന്നതാണ്. നമ്മുടെ സൈസ് ചെറുതായി വരുന്നതാണ്. നമുക്കിപ്പോൾ ഡയറക്റ്റ് ആയിട്ട് ഇതേപോലെ 4ഉം 5ഉം ഒക്കെ ഉണ്ട്. നമുക്ക് ഡയറക്റ്റ് സമയങ്ങളില്ലാത്തതുകൊണ്ട് H6ലേക്ക് പോയിട്ട് നമ്മൾ താങ്ക് യു എന്തെങ്കിലുമൊക്കെ ടൈപ്പ് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് അതിൻ്റെ ഇതേ സാധനം. സോ ഈ താങ്ക് യു നയിക്കുന്നുണ്ട് അത്ര ചെറുതായിട്ടാണ്. എന്താണ് H6 ടാഗിലും H1, H2, H3 അങ്ങനെ സൈസ് ചുരുങ്ങി വരും. ഈ സൈസ് നമ്മളിങ്ങനെ ചെറുതായി വരുന്നതിനാണ് നമ്മൾ ഹെഡിങ് ടാഗ്സ് എന്ന് പറയാം. ചെറുതായി വരുന്നതല്ല, ഈ ഹെഡിങ് ടാഗ് H1 പറഞ്ഞ ഹെഡിങ്ങിൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. H1 പറഞ്ഞ ടാഗിനകത്ത് എന്താണോ നമ്മൾ കൊടുക്കുന്നത് ആ ടാഗ് ടൈപ്പ് ചെയ്യുക. H1 നമ്മൾ ക്ലോസ് ചെയ്യണം സ്ലാഷ് യൂസ് ചെയ്തിട്ടാണ്. എല്ലാ ടാഗും ക്ലോസ് ചെയ്യുന്നത് ഫ്രണ്ടിലൊരു ഫോർവേഡ് സ്ലാഷ് അല്ല ബാക്ക്വേർഡ് സ്ലാഷ് ഇട്ടിട്ടാണ് നമ്മളിതെല്ലാം ക്ലോസ് ചെയ്യുന്നത്. സോ അത്രയൊക്കെയാണുള്ളൂ ഈ വീഡിയോ. അധികം ഞാൻ നീട്ടി കണ്ടുകൊണ്ടില്ല, നിങ്ങൾക്ക് ആരും ബോറടിക്കേണ്ട പറഞ്ഞിട്ട്. അപ്പോൾ ബേസിക് ആയിട്ട് നമ്മളിതിൽ സ്ട്രക്ചർ എന്താണെന്ന് നോക്കി. ഒരു HTML തുടങ്ങുമ്പോൾ എന്തൊക്കെയാണ് അതിൻ്റെ സ്ട്രക്ചർ, HTML ടോപ്പ് HTML എന്തിനാണ് യൂസ് ചെയ്യുന്നത് മനസ്സിലായി. അങ്ങനെ HTML അതിന് ഹെഡിൻ്റെ ക്ലോസ് ചെയ്ത സെഷൻ ബോഡി ക്ലോസ് ചെയ്ത HTML ക്ലോസ് ചെയ്യുക. സോ അതാണ് അതിൻ്റെ സ്ട്രക്ചർ. പിന്നെ ഒരു ടൈറ്റിൽ ആഡ് ചെയ്യാൻ പഠിച്ചു. ആ ടൈറ്റിൽ അവിടെ ഡിസ്പ്ലേ ആവണ വെബ്സൈറ്റിൽ അത് കണ്ടു. ബോഡിനകത്ത് നമ്മൾ ഹെഡിങ് ടാഗ്സ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്, ഹെഡിങ് എന്താണ്, H1, H2, H3, H4, H5, H6ൻ്റെ ഡിഫറൻസ് എന്താണ്, അതൊക്കെ നമ്മൾ ഈ വീഡിയോയിൽ മനസ്സിലാക്കിയിരുന്നു. സോ അത്രയും നമ്മൾ കാര്യങ്ങൾ നമ്മൾ ഫസ്റ്റ് വീഡിയോയിൽ. ഇതാണ് നമ്മുടെ ബേസിക് ആയിട്ടുള്ള സ്ട്രക്ചർ. ഇനി HTML സ്ട്രക്ചർ നമ്മൾ ഇനി കവർ ചെയ്യില്ല. HTML ഹെഡ് അതന്നെ കാര്യങ്ങൾ.
സോ അത്രയൊക്കെ തന്നെയുള്ളൂ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും ഇതിൽ അറിയാത്ത എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക, ഞാൻ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. പിന്നെ ഇതേപോലത്തുള്ള ചെറിയ ചെറിയ സെക്ഷൻസ് ക്ലാസ് മതിയോ അതോ ഒറ്റയടിക്ക് തന്നെ ഒരു 30 minutes 25 minutes ക്ലാസ് വേണോ, അതൊന്ന് കമൻറ്റ് ചെയ്ത് പറയാം. സോ സീ യു ഗൈസ് നെക്സ്റ്റ് വീഡിയോ. Until then, bye.